അല്ല റോസ്മേരി എത്തിയില്ലേ? അവൾ സീരിയൽ വേവിക്ക് ആഹാരം കൊടുക്കായിരിക്കും. ഇതൊന്ന് വേഗം കുടിച്ചു തീർക്കോ? വീട്ടുകാർ ആലോചിക്കുന്ന കല്യാണത്തിന് വില കുനിച്ചു കൊടുക്കാൻ അവളെ നിർബന്ധിച്ചില്ലേ? ആ മതിയോ? നിങ്ങൾക്കൊന്നും അതത്ര ഗൗരവമുള്ള കാര്യമായി തോന്നുന്നില്ലായിരിക്കാം. പക്ഷേ എനിക്കത് എന്റെ ഫാമിലി ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാ തോന്നുന്നത്. ഇത് മോൾക്ക്, ഇത് എനിക്ക്. ആ ചെല്ലി നിനക്കായിരിക്കും. ഹലോ. അമ്മേ, ആ അമ്മ മൊബൈൽ എവിടെ കൊണ്ടുവച്ചേക്ക? അയ്യോ എന്റെ മോനെ, ഞാൻ ഇപ്പോഴും അതങ്ങ് മറന്നുപോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ എന്ത് വിശേഷം, അങ്ങനെയൊക്കെ അങ്ങ് പോണ്. വേറെന്താ? വാ. ആ സുഖമായിട്ടിരിക്കുന്നു. അയ്യോ മോനെ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോണ്, പിന്നെ വിളിക്കാം കേട്ടാ. പാട്ടാകെ ശോകാണല്ലോ. കളിക്കല്ലേ, ഞാൻ ഇപ്പൊ വരാം. പാട്ടൊന്ന് മാറ്റിയിട്ട് ഇപ്പൊ വരാം. റോസ്മേരിയമ്മോ, പഴയ നാടകപ്പാട്ടൊന്നും വെക്കല്ലേ. എന്തുണ്ട് അമേരിക്കയിലെ വിശേഷം? ഓ തള്ള ചത്തോന്നറിയാൻ വിളിക്കുന്നതാ. അതിപ്പോ ദിവസവും വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ദുഷ്ടനെ ദൈവം പല പോലെ ഉയർത്തും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. മോളെ മര്യാദയ്ക്ക് കളിക്ക്, കള്ളക്കളി ഇവിടെ പറ്റില്ല. ഇവിടെ നിർത്തിക്കോണോട്ടാ. ഞാൻ എന്ത് കള്ളക്കളി വിളിച്ചെന്നായി പറയുന്നത്? ജാത്തിയാലുള്ളത് തൂത്താ പോവില്ലല്ലോ. ആ ഞാൻ നിർത്തി. ഞാൻ നിർത്തി. നിങ്ങൾ രണ്ടാളും നിർത്തിയെങ്കിൽ ഞാനും നിർത്തി. ആ എന്നാ പിന്നെ ഞാനും നിർത്തി. സരോജെ, കഴിഞ്ഞ മാസത്തെ കോട്ട വല്ലതും ബാക്കിയിരിപ്പുണ്ടോ? ഇന്നലെ കുറച്ച് ബാക്കി വെക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. ഓ, നീ ഒന്ന് നോക്ക്. നോക്ക്, കുറച്ചെങ്കിലും ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും. അത്ര മതി, ഇന്നത്തേക്കുള്ളതുണ്ടാവും. അതാ കുട്ടാപ്പിയായിരിക്കും. അതെ പിള്ളേരല്ലേ, കണ്ടെന്തോ വിചാരിക്കും, അകത്തോട്ട് വയ്ക്കാം. അയ്യോ അതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവനും കൊടുക്കേണ്ടി വരും. അത് ശരി. വേഗം വെക്കും. ആകപ്പാടെ കുറച്ചേ ഉള്ളൂ. എന്താടാ ഒന്ന് മാറുന്നേ. മാറുന്നേ. എന്താ പരിപാടി? എന്റെ പൊന്നമ്മച്ചി, ഈ പ്രായമായ സമയത്ത് ദൈവത്തെയും വിളിച്ച് സുഖമായിട്ടും കൊണ്ടുപോകുന്നത് പ്രാർത്ഥിച്ചിരിക്കുക. അതിപ്പോ ഇതൊക്കെയാ പരിപാടി. ചെറുക്ക, പ്രായമായതേ നിന്റെ തള്ളക്കാ. ആഹാ, എന്നാ പിന്നെ ഞാനങ്ങ് അംഗൻവാടി കൊണ്ട് ചേർക്കാം. ചീട്ടുകളി, സ്മോളടി മരുന്ന്. ഞാൻ തന്നിന്റെ ബാക്കി എവിടെയാടാ? ആ 1 രൂപയല്ലേ? ആ 1 രൂപയ്ക്ക് ഞാൻ താഴെ ഒരു ആര് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തടി എടുക്കാൻ കൊണ്ടേക്കോ. അല്ല ഭീമന്റെ കാര്യം നാസറ എന്നോട് പറഞ്ഞത്. ആ നാസർ, ഈ കട കണ്ടുപിടിക്കാൻ ഞാനൊന്ന് കറങ്ങി. എന്താണോ എന്തോ മോഡൽ. എനിക്ക് സെക്കൻഡ് കാറിന് കച്ചവടമുള്ളൂ, അതും പാർട്ട് ടൈമാണ്. ഈ അടുത്തൊരു ബൈക്കിന് എൻക്വയറി വന്നു. ഇതാണല്ലോ ഐറ്റം. സംഭവം പൊളിയാണ്. അല്ല, ഇതിപ്പോ കൈവിടാൻ കാര്യം എന്താ? നമുക്ക് പ്രായമായില്ലേ, ഇനി പിള്ളേരെ കൊണ്ടുപോയി ചെത്തട്ടെ. ചത്തോട്ടെ ചെത്തട്ടെ, നമുക്ക് കുറച്ച് കാശും കിട്ടും. അതെ അതെ. സാറേ കുണ്ടംകുളന്നല്ല സാറേ, കുന്തംകുളം. എന്താ ചന്തയുടെ എന്താ റാങ്ക് ഹോൾഡറാ ആണോ? സാറേ, നമുക്കിവിടെ അടുത്തൊരു വർക്ക്ഷോപ്പിൽ ചേട്ടത്തിണ്ട്. പുള്ളിക്കാരി ബൈക്കൊക്കെ ഡീൽ ചെയ്യുന്ന ആളാ. പുള്ളിക്കാരി കൊണ്ടുവന്ന് കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സെറ്റിൽ ചെയ്യാം. പോകാം. ശരി ചേച്ചി, വരുമ്പോഴത്തേക്കും ദേ സാറിന്റെ പേരിൽ ഒരു സെയിൽ ലെറ്റർ റെഡിയാക്കി വെച്ചോ. ഡീറ്റെയിൽസ് ഒക്കെ ബുക്കിലുണ്ട്. സാറിന്റെ പേരെന്താണ്? കുട്ടമ്പിള്ള. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എഴുതി തരാം. വെറുതെ റിസ്ക് എടുക്കണ്ട. കറക്റ്റാ, എഴുതിക്കോ.
നമസ്തേ ചേട്ടത്തി. ആ നിങ്ങൾ എത്തിയോ? ഇന്ന് മുതൽ പണിക്ക് കയറിക്കോ. 2 ആഴ്ച ഞാൻ നോക്കും നിങ്ങളുടെ പണി എങ്ങനെയുണ്ടെന്ന്. കള്ളത്തരം എന്തെങ്കിലും കാണിച്ചാ അപ്പം ഞാൻ പറഞ്ഞു വിടും. ഡാ 2 ആഴ്ച നോക്കും. ഹൈ മനസ്സിലായടേ ഇറക്ക. എടാ മുത്തു എവിടെ വന്നേ? ഇന്നോട്ട് വിമാനെ കൂടി പണി പഠിപ്പിക്കണം. 2 ആഴ്ച നോക്കാം, അത് കഴിഞ്ഞ് പറഞ്ഞു വിടാം. മുത്തു ഇവിടുത്തെ വലിയ മേസ്തിരി. നമസ്തേ സാറേ. ആഘോഷാട്ടെ മേസ്തിരി ഇത് പറഞ്ഞിട്ട് അവസാനം വിമാനെ തേച്ചൊട്ടിച്ചിട്ട് പോവൂ. വിളിച്ചിട്ട് പോടാ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ മര്യാദ വളരെ അത്യാവശ്യം. ഹേ നിന്റെ ഒരു ഉടായ്പും ഇവിടെ നടക്കില്ല. നഹീഹും മനസ്സിലായല്ലോ? ഇങ്ങോട്ട് പോയിരടാ പോടാ. നീ കൊള്ളാലോ. ഇത് ചെറുത്. എന്തുവാണ് കാണിക്കുന്നത്? എടാ ദേശവാസി നോക്കിക്കൊണ്ട് നിൽക്കുന്ന വണ്ടിയുടെ ടയർ ഊരി മാറ്റടാ. പൗലോസേട്ടനോ? എടാ ഞാൻ മുത്തു. എടാ ഈ ജാക്കി അതിന്റെ അടിയിലോട്ട് വെച്ച് ഉണ്ടാക്കി ആ ടയർ ഒന്ന് ഊരിക്കളാ. ഓ കായോ എന്തിന്റെ കായാന്നറിയില്ലേ കിടന്ന് ചോദിക്കുന്നത്. എടാ ആ ടയറിന്റെ നട്ട് അത് ഊര് ഊര്. എടാ ഊരാൻ ഊര് ഊര്. ഊരിന്റെ ഹിന്ദി എന്താണെന്നറിയില്ലല്ലോ. എടാ ഊര് ഊര്. അതാ എന്റെ ബാൻഡ് വലിച്ച് ഊരുന്നത്. നേരത്തെ ഊരുന്നത് അങ്ങോട്ട് ചെല്ലടാ. എടാ ഇതിന്റെ അത് തന്നെ എന്തെങ്കിലും ചെയ്യും. ഓ നട്ടിന്റെ പേര് വിട്ടാ വന്നുടനെ. ആ സബീനട്ടെങ്കിൽ സബീനട്ട് എന്താന്ന് വെച്ചാ ഊര്. അയ്യോ ഊരാൻ പറഞ്ഞപ്പോ ഗ്രൂപ്പായിട്ട് കിടന്ന് ഊരുന്നു. എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. ചേട്ടല്ലേ എന്താടാ വന്നീ ബൈക്ക് നോക്കി. ഞാൻ ബൈക്കൊന്നും നോക്കാനല്ലോ നിനക്ക് അറിഞ്ഞൂടെ? മുത്തേ വന്നോ നോക്കുന്നേ. ഈ ബൈക്ക് നോക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിനൊക്കെ എന്തോ അറിയാം, ചുമ്മാ നോക്കുന്നേ. ഞാൻ എടുക്കുന്നു. ഇത് കണ്ടാൽ അറിഞ്ഞൂടെ? നല്ല ഓയിൽ ലീക്ക് ഉണ്ട്. ഇതിന്റെ ഗ്യാസ് കിറ്റ് ഒക്കെ പൊട്ടി കിടക്കാണ്. പോകേ മതി. എടാ ഇതിന് നല്ല പണിയുണ്ടാ. മോളിക്കുട്ടിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. ഞങ്ങൾ ഒരേ നാട്ടുകാരാ. എന്നെ ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ കുറച്ചു കാലം കേരളത്തിന് പുറത്തായിരുന്നേ. ഞാൻ വണ്ടി ശരിയാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം. ശരി സാർ. ആ ജീപ്പിന്റെ പണി ഇന്ന് തന്നെ തീർത്തു കൊടുക്കണം. വൈകുന്നേരം ആള് വരും. മറ്റേമാരെന്താടാ എല്ലാം നടക്കും. ചേച്ചി അമ്മാരെ ഞാൻ പണി പഠിപ്പിച്ച് പൊളിക്കല്ലേ. നോക്ക്. എന്റെ കർത്താവേ.